ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം ആഹ്ലാദിക്കാൻ വക നൽകുന്ന ഒരു മുഹൂർത്തം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതോടുകൂടി കേരളത്തിൻ്റെ സാമ്പത്തിക, വ്യാവസായിക, വാണിജ്യ, തൊഴിൽ മേഖലകളിൽ വമ്പിച്ച പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാകും. ഭാവിയിൽ ഇതിനാവശ്യമായി വരുന്ന റെയിൽവേ കണക്ടിവിറ്റിയും അതോടൊപ്പം തന്നെ റിംഗ് റോഡും ഇത് രണ്ടും സംബന്ധിച്ച ഐഡിയ ഉണ്ടായിക്കഴിഞ്ഞിരിക്കും. അതിൽ റെയിൽവേ കണക്ടിവിറ്റി 10.7 കിലോമീറ്റർ ദൈർഘ്യത്തിൽ വരുന്നത് 9.2 കിലോമീറ്ററും തുരങ്കപാതയാണ്. അതിനാവശ്യമായ പരിസ്ഥിതി ആഘാത പഠനവും ഒപ്പം സാമൂഹ്യ ആഘാത പഠനവും നടന്നു കഴിഞ്ഞിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേയാണ് ഇത് സംബന്ധിച്ച DPR തയ്യാറാക്കിയിട്ടുള്ളത്. അത് കേന്ദ്ര റെയിൽവേ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ NH-യുമായുള്ള കണക്ടിവിറ്റിയെ സംബന്ധിച്ച് റിംഗ് റോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ഇംപ്ലിമെൻറ്റേഷൻ കമ്മിറ്റി ഉണ്ടാക്കി ചീഫ് സെക്രട്ടറി, കൺവീനറായ പോർട്ട് സെക്രട്ടറി ഉൾപ്പെടെ ബന്ധപ്പെട്ട ആ യോഗം ചേർന്നു. തത്വത്തിൽ NH അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭാവിയെ സംബന്ധിച്ച് നമുക്കുണ്ടാവേണ്ട റോഡ് കണക്ടിവിറ്റിയും ഒപ്പം റെയിൽവേ കണക്ടിവിറ്റിയും യാഥാർത്ഥ്യമാണ് സമീപകാല ഭാവി. ഇപ്പോൾ അത് സംബന്ധിച്ച് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനാവശ്യമായി വരുന്ന ഭൂമി 5.68 ഹെക്ടർ ഭൂമി വേണ്ടിവരും. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്തരത്തിൽ പോർട്ടുമായി ബന്ധപ്പെട്ട പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും അനുബന്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും തീരുമാനിച്ചതിനൊക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് സമയബന്ധിതമായി തന്നെ മുന്നോട്ട് പോകുന്നു. പറഞ്ഞതിന് മുമ്പ് തന്നെ പുലിമുട്ട് തീർന്നിരുന്നു, അതുപോലെ കണ്ടെയ്നർ ബർത്ത് തീർന്നിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമായിരിക്കും. അപ്പോൾ ഏതാണ്ട് ഒരു ഉത്സവ പ്രതീതിയിൽ ട്രയൽ റൺ നമുക്ക് 12-ാം തീയതി സമയം കൃത്യമായി ഞങ്ങൾ അനൗൺസ് ചെയ്യും. രാവിലെയാണ് ലക്ഷ്യമിടുന്നത്. അപ്പോൾ സെൻട്രൽ ഷിപ്പിംഗ് മിനിസ്റ്ററുടെ എത്തുമെന്നിപ്പോൾ അറിയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ആയിരിക്കും ട്രയൽ റൺ ഉദ്ഘാടനം ചെയ്യുക. അദ്ദേഹം സമയം തന്നിരിക്കുന്നത് രാവിലെ 10 മണിയാണ്. അപ്പോൾ അത് സംബന്ധിച്ച് ഞങ്ങൾ ഒന്നുകൂടെ കൂടി ആലോചിച്ച് ഈ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ക്രമീകരണങ്ങൾ ഉറപ്പാക്കേണ്ടതെന്നും സ്ഥലം പോയി പരിശോധിച്ച് എന്നൊരു സബ് കമ്മിറ്റി ഇപ്പോൾ രൂപീകരിച്ചു. ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി പോർട്ട് മന്ത്രി ചെയർമാനും എഡ്യൂക്കേഷൻ മിനിസ്റ്ററും ഫിഷറീസ് മിനിസ്റ്ററും അതേപോലെ സ്ഥലം MPയും MLAയും മേയറും വൈസ് ചെയർമാന്മാരായും ഒരു ഓർഗനൈസിംഗ് കമ്മിറ്റി ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട്. MD അതിൻ്റെ കൺവീനറായിരിക്കും. മറ്റ് സ്ഥലത്തെ ജനപ്രതിനിധികളും മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖരുമെല്ലാം ഈ സമിതിയിലുണ്ട്. ഇന്ന് പങ്കെടുത്തിട്ടുള്ള ഒട്ടേറെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ പ്രമുഖരും ഉണ്ടായിരുന്നു. അവരെല്ലാം തന്നെ സംഘാടക സമിതിയിൽ അംഗങ്ങളായിട്ടും വരും. ഇങ്ങനെ വളരെ ഏറെ സന്തോഷനിർഭരമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് നല്ല ജനപങ്കാളിത്തത്തോടെ ട്രയൽ റൺ നടത്തുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ സംഘാടക സമിതി യോഗം ചേർന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇതിൽ എല്ലാ മീഡിയ സുഹൃത്തുക്കളുടെയും സഹായവും സാന്നിധ്യവും പങ്കാളിത്തവും ഒപ്പം എല്ലാ പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.